ഹായ് ഫ്രണ്ട്സ്, ഇതിന്റെ മുരുടേശ്വരം മൂകാംബിക ഉടുപ്പി യാത്രയിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ മുരുടേശ്വരം കവർ ചെയ്തിരുന്നു. മുരുടേശ്വരത്ത് നിന്ന് മൂകാംബികയിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ മുരുടേശ്വരത്ത് നിന്ന് ഞാൻ ബൈന്ദൂർ ബസ് സ്റ്റാൻഡിൽ 12:45 ഉച്ചയ്ക്ക് വന്നിറങ്ങി. 12:45 തന്നെ എനിക്ക് അവിടെ നിന്ന് കുല്ലൂരിലേക്ക് ബസ് കിട്ടി. അങ്ങനെ ഞാൻ കുല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ 1:30 അടുപ്പിച്ച് ഞാൻ വന്നിറങ്ങി. അവിടെ നിന്ന് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് കുല്ലൂർ മൂകാംബിക ടെമ്പിളിലേക്ക് വന്നു. കാരണം എനിക്ക് ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ലോഡ്ജിലായിരുന്നു എൻ്റെ റൂം ഞാൻ ബുക്ക് ചെയ്തിരുന്നത്, നാഗശ്രീ ലോഡ്ജ്. അങ്ങനെ ഞാൻ റൂമിൽ പോയി റിഫ്രഷ് ആയതിനു ശേഷം അന്നദാനത്തിന് പോയി. അന്നദാനം മൂകാംബികയിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെയാണ്, രാത്രി 8 മണി മുതൽ 9:30 വരെയും. അന്നദാനം കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്ത ശേഷം ഒരു 4 മണി അടുപ്പിച്ച് ഞാൻ സൗപർണിക നദീതീരത്തിൻ്റെ അടുത്ത് പോയി. അവിടെ തന്നെ ഗരുഡ ടെമ്പിളിലും ദർശനം ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ മൂകാംബിക ടെമ്പിളിലേക്ക് പോയി. മൂകാംബിക അമ്പലത്തിലെ ദർശന സമയം രാവിലെ 5 മണി മുതൽ 1:30 വരെയും പിന്നെ 3 മണി മുതൽ 9 മണി വരെയുമാണ്. അങ്ങനെ ഞാൻ സൗപർണിക റിവറിൽ നിന്ന് നടന്ന് ഞാൻ മൂകാംബിക അമ്പലത്തിലേക്ക് വന്നു. അവിടെ ഞാൻ ദർശനത്തിന് വേണ്ടി അകത്ത് കയറി. വീക്ക് ഡേ ആയതുകൊണ്ടാകാം, അമ്പലം തുറന്ന ശേഷം വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെ ഞാൻ തിരക്ക് കണ്ടില്ല. ഞാനും കയറി തൊഴുത ശേഷം 7 മണി അടുപ്പിച്ചോളം ഞാൻ ഭക്തരുടെ തിരക്ക് അവിടെ കണ്ടു തുടങ്ങി. ഇനി കാണുന്നതാണ് അവിടുത്തെ പ്രധാന ചടങ്ങുകൾ. നിങ്ങളും കണ്ടു നോക്കൂ.
ദേവി ദർശനത്തിന് ശേഷം 9 മണിക്കുള്ള കഷായ പ്രസാദം അന്നദാനവും കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. നാളെ രാവിലെ കുടജാദ്രിയിൽ പോകാനുണ്ട് എനിക്ക്.